സിസ്റ്റർ, നമ്മുടെ 25 കഴിഞ്ഞു, ഇപ്പോൾ വീണ്ടും 26-ലേക്ക് നമ്മൾ പോവുകയാണ്. ഈ 26-ലേക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്താണ്, നമ്മൾ ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കണം എന്നുള്ളത് ഒന്നാമത്. രണ്ടാമതായിട്ട് നമുക്ക് ഈ ഉള്ള സ്ഥലത്ത് നമ്മൾ എങ്ങനെയാണ് ആകേണ്ടത്, അതുപോലെ എന്താണ് നമ്മൾ ഈ മക്കൾക്കൊക്കെ കൊടുക്കാനുള്ള സന്ദേശം ഈ 26-ൽ എങ്ങനെ ആയിരിക്കണം, ഇതിനെക്കുറിച്ചൊന്ന് സിസ്റ്റർ വിവരിച്ച് പറയാൻ പറയാം. ഈ പുതുവത്സരത്തിൽ കർത്താവിന് സ്തുതിയും മഹത്വവും ആരാധനയും നമ്മൾ അർപ്പിക്കുക എന്നുള്ളത് ദൈവമക്കളായ നമ്മളുടെ കടമയാണ്. അന്യോന്യം സ്നേഹിച്ചും ക്ഷമിച്ചും നമ്മളുടെ ജീവിതം, പ്രത്യേകിച്ചും കുടുംബജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കൃപയും അനുഗ്രഹവും ദൈവമായ കർത്താവ് നമ്മൾക്ക് എല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്നേഹിക്കുവാനും സുവിശേഷം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനുമുള്ള ഒരു വലിയ കടമ ക്രിസ്തുവിൻ്റെ മക്കളായ നമുക്കെല്ലാവർക്കും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുവാനും നമ്മളുടെ ജീവിതം വഴി ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനുമുള്ള കൃപ ദൈവമായ കർത്താവ് പരിശുദ്ധാത്മാവ് വഴി നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലും വചനം വായിക്കുവാനുള്ള ഒരു കൃപ ദൈവമായ കർത്താവ് നമുക്ക് തരട്ടെ. കുഞ്ഞുമക്കൾ എല്ലാവരും ദൈവസ്നേഹത്തിലും ദൈവമക്കളായി, ദൈവത്തിന് ഇഷ്ടപ്പെട്ട മക്കളായി വളർന്നു വരുവാനുള്ള ഒരു കൃപ പരിശുദ്ധാത്മാവ് എല്ലാ കുടുംബങ്ങളിലും നൽകട്ടെ. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ നല്ലവരായി ജീവിക്കുവാനുള്ള ഒരു മാതൃകയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പുതുവത്സരത്തിന് മംഗളങ്ങൾ ഒന്നുകൂടി നേർന്നുകൊള്ളുന്നു. വളരെ നന്ദിയുണ്ട് ഇഷ്ടത്തിനുള്ള കാര്യം പറഞ്ഞതിന്. ഓക്കെ. ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും കൃപാ ചാനലിൻ്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.